അലക്സ്, എന്തായാലും ഇത് പെട്ടെന്നൊരു നാൾ ഉണ്ടായ സംഭവമല്ലെന്ന് എന്തായാലും അറിയാം. ഇത് ദീർഘനാളായി മുന്നറിയിപ്പ് കൊടുത്തിട്ടും അത് ആവർത്തിച്ചതിന്റെ ഭാഗമായി നാട്ടുകാർ തടഞ്ഞതല്ലേ അലക്സ്? നിസ്സംശയം പറയാം. ഇത് നിരവധി തവണ സ്കൂൾ അധികാരികളോട് നാട്ടുകാർ ഈ വിഷയം ചൂണ്ടിക്കാട്ടി. ഈ ഒരു സ്കൂൾ ബസ്സിനുള്ളിൽ തന്നെ കുട്ടികളെ ഇങ്ങനെ കുത്തിനിറച്ച് കൊണ്ടുപോകരുത് എന്നവർ സ്കൂൾ അധികൃതരോട് പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാൻ അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് നാട്ടുകാർ ഇന്ന് ബസ് തടഞ്ഞത്. ആ ബസ്സിൽ തന്നെ 65ഓളം കുട്ടികളുണ്ടായിരുന്നു. അത് LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള 65ഓളം കുട്ടികൾ ആ ബസ്സിൽ തന്നെ നിറച്ചിരുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. അങ്ങനെയാണ് അവർ അത് തടഞ്ഞത്. കഠിനംകുളം പോലീസ് അതിനെ തുടർന്ന് സ്ഥലത്തെത്തി ഈ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു. ഇതിനൊരു തീരുമാനമാകാതെ സ്കൂൾ ബസ് അവിടെ നിന്ന് വിടില്ല എന്ന് നാട്ടുകാർ തീരുമാനമെടുക്കുകയായിരുന്നു. അത് രക്ഷകർത്താക്കളുണ്ട്, ഈ കുട്ടികളുടെ മാതാപിതാക്കളുണ്ട്, അങ്ങനെ അടങ്ങുന്ന നാട്ടുകാരാണ്. ഇതിനൊരു തീരുമാനമാകാതെ ബസ് വിടില്ല എന്ന് പറഞ്ഞു. തുടർന്ന് കഠിനംകുളം പോലീസ് സ്കൂൾ അധികൃതരുമായി ഇപ്പോൾ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കുട്ടികളെ സ്കൂളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി 2 ബസ്സുകൾ കൂടി അയക്കാമെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, റൂട്ടിൽ സ്കൂൾ ബസ്സുകളുടെ എണ്ണം കൂട്ടാമെന്നും അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും പ്രതിഷേധം ഇപ്പോൾ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി, അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കുഞ്ഞുങ്ങളെ കുത്തിനിർത്തി അലക്സ്, ഈ ഇതിന്റെ ബസ് തടഞ്ഞതിന്റെ പേരിൽ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ അതുങ്ങളെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോകാൻ നിർത്തുന്നില്ലേ? അതുങ്ങൾ ബസ്സിനുള്ളിൽ തന്നെയാണോ? ഹാഷ്മി, കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിയാണ് പുരോഗമിക്കുന്നത്. 10:30 മണി കഴിയുന്നു. അവർക്ക് സ്കൂളിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ പോലീസ് ഈ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചതിനെ തുടർന്ന് കുട്ടികളെ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 2 ബസ്സുകൾ അധികമായി അയക്കാമെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ബസ്സുകളിൽ കുട്ടികൾ എന്നാൽ സ്കൂളിലേക്കാണ് പോവുക. ഹാഷ്മി, ഓക്കെ. അലക്സ് റാം മുഹമ്മദാണ് ഇത് സംബന്ധിച്ച് കുറച്ച് പ്രതികരണം. ഈ നോബിൾ സ്കൂൾ, ചിറയൻകീഴ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂളിലെ ബസ്സാണ് നാട്ടുകാർ തടഞ്ഞത്. ഈ ബസ്സിനുള്ളിൽ കുഞ്ഞുങ്ങളെ കുത്തി നിറച്ചുകൊണ്ടുന്ന പരിപാടി ഇവർ ആവർത്തിക്കായിരുന്നു പറയുന്നു. നാട്ടുകാർ പലയാവർത്തി അതിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്രയും ഇപ്പോൾ കുറച്ച് കുട്ടികൾ ഇറങ്ങിപ്പോയിട്ടും ആ ബസ്സിൽ അത്രയും കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി കാണാം. സാധാരണ കുട്ടികൾക്ക് ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതില്ലാത്ത രീതിയിൽ കുട്ടികളെ കുത്തി ഞെരുക്കി കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ വണ്ടി തടഞ്ഞു. ഈ വണ്ടിയിൽ നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം എന്തുമാത്രം കുട്ടികളെയാണ് ഇതിൽ കുത്തി ഞെരുക്കി കൊണ്ടുവരണേ. അപ്പോൾ ഇനി അത് ആവർത്തിക്കില്ല. അത് നാട്ടുകാർ നൽകുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ആ ബസ് തടഞ്ഞത്. അത് നാട്ടുകാരുടെ നിലപാട് ഏതാണ്ട് ശരിയുമാണ്. ഇനി അത് ആവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം.